ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. ഹോംലി കുക്കിൽ ഇന്ന് ഒരു ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഉള്ളി പക്കവട എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ 2 വലിയ സവോളയാണ്. സവോളയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 എണ്ണം എടുക്കാം. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവ് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി വേണ്ടത് കായം. അത് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിലും താഴെയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നതും ഇതേ ഓയിലിൽ തന്നെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 കറിവേപ്പിലയും കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് അരിപ്പൊടി. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിനകത്തേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. സവോളയിൽ നിന്ന് തന്നെ ഇതിലേക്ക് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വെള്ളം ചേർക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് നനവ് വന്നിട്ടുണ്ട്. ഇത് സവോളയിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്, അല്ലാതെ ഞാനിതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം തളിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അത്രയും മാത്രം മതി. ഇതിലേക്ക് അധികം വെള്ളം ചേർക്കരുത്. വെള്ളം അധികം ചേർത്താൽ നമ്മൾ ഉള്ളിവട ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് വരും. ഉള്ളി പക്കവടയ്ക്ക് അത്രയും വെള്ളം ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളത്തിലൊന്ന് കൈയൊന്ന് നനച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് കുടഞ്ഞു കളയണം. എന്നിട്ട് ചെറിയൊരു ബോൾസാക്കി ചെറുതായിട്ട് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കുക. കനം കുറച്ച് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി അടുത്ത് ചെയ്യുമ്പോൾ വെള്ളം കയ്യിലാക്കേണ്ട ആവശ്യമില്ല. അധികം മാവ് കയ്യിലാവുകയാണെങ്കിൽ മാത്രം ഒന്ന് മുക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് അങ്ങ് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് പതുക്കെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പക്കവട നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൽ കൂടുതൽ നമ്മൾ ഫ്രൈ ചെയ്യരുത്. ഇതിൻ്റെ മുകൾ ഭാഗം സവോള അങ്ങ് കത്തിപ്പോയാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു അളവിൽ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ ഒന്നുകൂടെ ചേഞ്ച് ആവും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ട് എണ്ണ നന്നായിട്ട് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഉള്ളി പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.